കണ്ണൂർ കായലോട്ടെ യുവതിയുടെ ആത്മഹത്യയിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും സുഹൃത്ത് റഹീസിന്റെ പരാതിയിലുമായി 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. റഹീസിനെതിരെ യുവതിയുടെ മാതാവ് നൽകിയ പരാതിയിൽ തെളിവില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25-ലധികം SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, നമ്മുടെ കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച നാണം കെടുത്തിയ ഈ വിഷയത്തിൽ ഈ കേസ്, അതിന്റെ അന്വേഷണം അതെങ്ങനെ പുരോഗമിക്കുന്നു? ആര്യ, തീർച്ചയായും പോലീസ് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഈ ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ 5 പേരെ പ്രതി ചേർത്താണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം. 3 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ നേരത്തെ റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രകാരം എടുത്ത ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ കേസിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. അതേ പ്രതികൾ ഈ യുവാവ് നൽകിയ മൊഴിയിലുമുണ്ട്. അതുകൊണ്ട് 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 പേരുടെ അറസ്റ്റാണ് ഇന്ന് ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നത്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കാം. എന്തായാലും ഈ മാതാവ് ഒരു പരാതി നൽകിയിരുന്നു ഈ റഹീസിനെതിരെ, അതായത് ആൺസുഹൃത്തിനെതിരെ. അതിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് റഹീസിനെതിരെ അവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ ഒരു പരാതിയിൽ തെളിവില്ല എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതിൽ ഈ യുവാവ് ഈ റസീനയിൽ നിന്നും സ്വർണവും പണവും ഒക്കെ കൈക്കലാക്കിയിരുന്നു. അത് മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകി തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതെല്ലാം ഇന്നലെ ഈ മൊഴിയെടുക്കലിൽ ആൺസുഹൃത്ത് നിഷേധിച്ചിരുന്നു. പോലീസ് അന്വേഷണത്തിലും അത്തരത്തിൽ തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. എന്തായാലും ഈ കേസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നതെന്ന് വേണം പറയാൻ. കാരണം പ്രത്യേകിച്ച് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു പോലീസ് സ്റ്റേഷന് കീഴിൽ നടന്ന വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം. ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികളും വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന്, പ്രത്യേകിച്ച് CPM ഇന്നലെ KK രാഗേഷ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഇത് SDPI പ്രധാനമായും CPM SDPI പ്രവർത്തകരെ കുടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് നിഷേധിക്കുന്നു CPM. ഒപ്പം ഇതൊരു താലിബാനിസത്തെ പോലും ഉള്ള ഒരു സംഭവമായാണ് CPM കാണുന്നത്. ഇത്തരം പ്രവണതകൾ തുടരാൻ അനുവദിക്കില്ല. ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് CPM പറയുന്നത്. എന്തായാലും ഈ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ് പോലീസ് നൽകുന്നത്. ആര്യ, ശരി. KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്.